നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? 5 സ്റ്റാർ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കിണ്ണത്തപ്പത്തിന്റെ ഓതന്റിക് റെസിപ്പിയുമായിട്ടാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് ഈ കിണ്ണത്തപ്പം. പച്ചരി വെച്ചിട്ടും അരിപ്പൊടി വെച്ചിട്ടും രണ്ട് രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ പച്ചരി മിക്സിയിൽ അരച്ചെടുത്തിട്ടാണ് ഇവിടെ തയ്യാറാക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കിണ്ണത്തപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. 240 ml മെഷറിംഗ് കപ്പിന് 1 കപ്പ് പച്ചരിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി പച്ചരി നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തോണ്ട് വരാം. ഇനി ഇത് 5 മണിക്കൂർ നല്ലതുപോലെ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാൻ ഈ പച്ചരി ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചതിന് ശേഷമാണ് അരച്ചെടുക്കുന്നത്. മിക്സിയില് അരി അരച്ചെടുക്കുമ്പോൾ മാവ് ചൂടാവാതിരിക്കാനാണ് ഞാൻ ഇതുപോലെ ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നത്. 5 മണിക്കൂറിന് ശേഷം ഈ കുതിർത്ത് വെച്ച ഈ അരി ഒരു സ്ട്രെയിനറിലിട്ട് അതിന്റെ വെള്ളമൊക്കെ പോകാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇനി 4-5 ഏലക്കായും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തോണ്ട് വരാം. ഇനി അരി അരയ്ക്കുന്ന മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ആ സ്ട്രെയിൻ ചെയ്ത് വെച്ച അരി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കട്ടിയുള്ള തണുത്ത തേങ്ങാപ്പാലില് ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ആദ്യം 1/2 കപ്പ് തേങ്ങാപ്പാൽ നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലതുപോലെ അരച്ചതിന് ശേഷം ഞാൻ ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അരി അരച്ചെടുക്കാനായിട്ട് മൊത്തത്തിൽ ഞാൻ 1 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒട്ടും തരികളൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു മുട്ടയും കൂടെ ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതും കൂടെ നല്ലതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഒട്ടും തരികളൊന്നും ഇല്ലാതെ ഇത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കട്ടി കുറഞ്ഞ ഒരു കോട്ടൺ തുണിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ കണ്ണുള്ള ചായ അരിപ്പുണ്ടെങ്കിൽ അതെടുത്താലും മതിയാകും. ഇനി നമുക്ക് ഇതിലേക്ക് ആ മാവൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. നിങ്ങൾ ചായ അരിപ്പിലാണ് അരിച്ചെടുക്കുന്നതെങ്കിൽ 1-2 തവണ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. നമുക്കിത് ഇവിടെ നല്ലൊരു കട്ടിയുള്ളൊരു ബാറ്റർ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കിനി ഇതിലേക്ക് ആ പൊടിച്ചു വെച്ച പഞ്ചസാര ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇതിലേക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഈ ബാറ്റർ കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കി എടുക്കണം. അതിനായിട്ട് ആദ്യം നമുക്ക് 1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലൊന്ന് ഒഴിച്ചു കൊടുത്ത് നോക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി നോക്കിയതിന് ശേഷം കട്ടി കൂടുതലാണെന്ന് തോന്നുന്നെങ്കിൽ വീണ്ടും 1/2 കപ്പ് കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നോക്കുക. ഞാനിവിടെ 1/2 കപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ ഞാനിവിടെ 2 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. വളരെ കട്ടി കുറഞ്ഞ ഒരു ബാറ്റർ ആയിരിക്കണം നമുക്ക് വേണ്ടുന്നത്. പശുവിൻ പാലിന്റെയൊക്കെ ആ ഒരു കട്ടിയാണ് ഇതിന് വേണ്ടുന്നത്. ഇനി ഇത് ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. 15 മിനിറ്റിന് ശേഷം നമുക്കിനി ഇത് ഒന്നും കൂടെ ഒന്ന് അരിച്ചെടുക്കണം. അതിനായിട്ടിനി ചായ അരിക്കുന്ന ഒരു അരിപ്പിലൂടെ നമുക്കിത് ഒന്നും കൂടെ ഒന്ന് ഒരു ബൗളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. കിണ്ണത്തപ്പം ഉണ്ടാക്കാനായിട്ട് ഇതുപോലത്തെ ഒരു സ്റ്റീൽ പാത്രമാണ് വേണ്ടുന്നത്. ഇതിലേക്ക് അല്പം എണ്ണയോ നെയ്യോ ഒന്ന് തടവി കൊടുക്കാം. കിണ്ണത്തപ്പം പെട്ടെന്ന് ഇളക്കിയെടുക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബാറ്റർ സ്പൂൺ കൊണ്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഈ പാത്രത്തിലേക്ക് 3-4 സ്പൂൺ മാവൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ബാറ്ററിന്റെ മുകളിലായിട്ട് കുറച്ച് ജീരകം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. നമുക്കിനി ഇത് ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. സ്റ്റീം ചെയ്യുമ്പോൾ കിണ്ണത്തപ്പത്തിലേക്ക് വെള്ളം വീഴാതിരിക്കാനാണ് ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നത്. സ്റ്റീമറിലേക്ക് കുറച്ചധികം വെള്ളം വെച്ചതിന് ശേഷം ഇതുപോലൊരു തട്ട് വെച്ച് അതിൻ്റെ അകത്ത് നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് മൂടി വെച്ച്
ഹൈ ഫ്ലെയിമിൽ 20 മുതൽ 25 മിനിറ്റ് വരെ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. നിങ്ങളുടെ അടുത്ത് സ്റ്റീമർ ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു കടായിയിൽ ഒരു സ്റ്റാൻഡ് വെച്ചതിന് ശേഷം അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിന്റെ മുകളിൽ വെച്ചും ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണ്. കിണ്ണത്തപ്പം ഇവിടെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെന്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ചെറിയൊരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്ക്യൂറോ വെച്ചൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. കിണ്ണത്തപ്പം നല്ലതായിട്ട് തണുത്തതിന് ശേഷം നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ബാറ്ററിൽ നിന്നും 3 കിണ്ണത്തപ്പമാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. വായിലിട്ടെല്ലാം ഇങ്ങനെ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിണ്ണത്തപ്പമാണിത്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. അടുത്ത പുതിയൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.